ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിഷ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പച്ചത്തക്കാളിയും ട്യൂണയും കൊണ്ടൊരു തോരനാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പച്ചത്തക്കാളി, ചെറിയുള്ളി, പച്ചമുളക്, ഇഞ്ചി, ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ടിൻ ട്യൂണയാണ്. അതൊരു 3 എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഡ്രെയിൻ ചെയ്യാൻ വെക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിനകത്ത് എണ്ണയെല്ലാം മാറി ഇതൊന്ന് ഡ്രൈ ആയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു അരിപ്പയിലാക്കി ഒരു 10 മിനിറ്റ് നമുക്കത് മാറ്റി വെക്കാം. ഇനി ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു തേങ്ങ ചിരകിയത്, പച്ചമുളക്, ചെറിയുള്ളി, ഇഞ്ചി, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് തിരുമ്മിയെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ട്യൂണ ഇട്ട് കൊടുക്കാം. ഇനി അതും കൂടെ ഒരുമിച്ച് നന്നായിട്ട് തിരുമ്മിയെടുക്കാം. ഇപ്പോൾ തേങ്ങ തിരുമ്മിയതും ട്യൂണയെല്ലാം നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് തക്കാളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതും ഒരുമിച്ച് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാവേ. ഇനി അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഒന്ന് മിക്സ് ആക്കിയ ശേഷം കുറച്ച് വെള്ളവും ചേർത്ത് നമുക്കിത് വേവാൻ വെക്കാം. അധികം വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. കാരണം തക്കാളിയിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നത് കൊണ്ട് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചാൽ മതിയാകും. കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് നമുക്കിനി കുക്ക് ചെയ്യാൻ വെക്കാം. ഇപ്പം ഞാനിവിടെ ഇത് അടച്ചു വെച്ച് ഒരു 8 മിനിറ്റോളം വേവിക്കുന്നുണ്ട്. ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ഇളക്കി നോക്കാം. ഇപ്പം തക്കാളിയൊക്കെ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ തലേ ദിവസം ഉണ്ടാക്കി പിറ്റേ ദിവസത്തേക്ക് ഉപയോഗിക്കുന്നതാണ് നല്ലത്. കാരണം എന്നാലേ തക്കാളിയുടെ പുളിയൊക്കെ നന്നായിട്ട് ഇതിലേക്ക് പിടിക്കുകയുള്ളൂ. ഇത് എളുപ്പത്തിൽ വെക്കാവുന്നുള്ള തോരനാണിത്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.